ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും ഒരു സീൻ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ നയനയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആദർശ് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ തമ്മിലുള്ള ഈ ഒരു ആത്മബന്ധം അത് തകരില്ല, ആ ഉറപ്പ് ഞാൻ തരാം എന്നതാണ് നമ്മുടെ ആദർശ നയനയോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയനാണെങ്കിൽ ദേവയാനിനെ കാണാൻ വേണ്ടി റൂമിനകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ റൂമിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ദേവയാനി അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പം ദേവയാനി അവിടെ കിടക്കുന്നു. അപ്പൊ ദേവയാനി ആദ്യമേ ജയൻ ചെല്ലുന്നതേ ചോദിക്കുന്നത് അവള് പോയോ, നശൂർണം പോയോ എന്നാ ചോദിക്കുന്നത്. ഇത് കേട്ട ഉടനെ ജയൻ പറഞ്ഞു, നീ എന്താ ദേവയാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഒരിക്കലും നയനി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവള് നിന്റെ മരുമോളാണ്. നീ എത്രയും നീ എപ്പോഴും നീ മരുമോള് അല്ല എന്നൊക്കെ പറഞ്ഞാലും വാസ്തവം അല്ലാതെ ആവില്ലല്ലോ. അവള് നിന്റെ മരുമകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ആദർശ് ഇപ്പൊ സ്നേഹിക്കുന്നുണ്ട് അവളെ, അതുകൊണ്ട് തന്നെ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചും കഴിഞ്ഞു. അപ്പൊ പിന്നെ മരുമോള് തന്നെയാണ്. അപ്പം നീ എന്തിനാ ഇങ്ങനെ അവളെ വെറുക്കണത്? നിനക്ക് അവളുടെ മനസ്സ് വ്യക്തമായിട്ട് നിനക്ക് കാണാൻ പറ്റുമെങ്കിൽ നീ ഒരിക്കലും നയനെ വെറുക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്കും നല്ലൊരു മനസ്സ് അവളുടെ. നീ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടല്ലോ നിന്റെ അനാമിക എന്ന് പറയുന്ന ഒരു മരുമകളെ. അവളുടെ മനസ്സിനേക്കാളൊക്കെ എത്രയോ വലിപ്പമുള്ളൊരു മനസ്സാണെന്ന് അറിയാമോ ദേവയാനി നിന്റെ മരുമകളുടെ? അത് നീ അറിയാതെയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. പക്ഷെ നീ ഒരു ദിവസം ഇതൊക്കെ അറിയുമ്പോഴേക്കും നീ തെറ്റുപറ്റി പോയല്ലോ എന്ന് ചിന്തിക്കും. ചിലപ്പോ അപ്പം നിനക്ക് നിന്റെ മരുമകളെ സ്നേഹിക്കാനുള്ള ഒരു അവസരം ഒന്നും കിട്ടിയെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പം ജയേട്ട ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണ്ടത്. ഇതെന്തിനാ നിങ്ങൾ ഏത് നേരവും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? എന്നെ ഈ വിധത്തിലാക്കിയിട്ടത് അവളാ. അതിന് വേറെ ഒരു ഇതുമില്ല. കാരണം തെളിവ് സഹിതമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ പാലെടുത്ത് കുടിച്ചത് അത് അവള് കലക്കി വെച്ച പാല് തന്നെയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവള് നമ്പിക്ക് കൊടുക്കാൻ കലക്കി വെച്ച പാലില് അവള് വേറെ ഒന്നും ചെയ്യൂലല്ലോ എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പാലെടുത്ത് കുടിച്ചത്. പക്ഷെ അവൾ ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. അവൾ ഇതൊക്കെ അറിയണുണ്ടായിരുന്നു. അവള് ഞാൻ പാലെടുത്ത് കുടിക്കാൻ വരും എന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ അവള് ആ പാലിൽ വിഷം കലർത്തിയത് എന്നെ കൊല്ലാനായിട്ട്. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് പിന്നെ അവക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ അവക്ക് എന്ത് വേണമെങ്കിലും ആകാലോ. അതുമല്ല, അവക്ക് വൈരാഗ്യവും വാശിയൊക്കെ വേറൊന്നിനുമല്ല. ഞാൻ എന്റെ മോനെ ശബരിമലയ്ക്ക് വിടുന്നത് അവക്കത്ര പിടിച്ചിട്ടില്ല. അവക്ക് ഹണിമൂണിന് പോകാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചോണ്ടിരുമ്പോ ജയം പറഞ്ഞു, നിർത്തുന്നുണ്ടോ ദേവയാനി? നിനക്ക് ഈ അസുഖമായിട്ട് കിടക്കുക, നിന്റെ ശരീരം തളർന്ന് കിടക്കുക, അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ നാക്കിനൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്തുവേതും നീ വിളിച്ചു പറയരുത്. അത് ചിലപ്പം ദൈവത്തിന് പൊറുക്കാൻ പറ്റില്ല. ദൈവത്തിന് പൊറുക്കാൻ ഒരിക്കലും പറ്റാത്ത കാര്യങ്ങളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവൻ ഉണ്ടല്ലോ, നിന്റെ ഈ ജീവൻ ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി ചോദിച്ചു, എന്താ എന്റെ ജീവനോ? എന്റെ ജീവൻ എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്താ പറയുന്നത്? ഒന്നുമില്ല ദേവയാനി, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇപ്പൊ അത് നിന്നോട് പറയുന്നില്ല. പക്ഷെ നീ അറിയാത്ത കാര്യങ്ങളാ ദേവയാനി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യാതിരിക്കുക. പിന്നെ നീ ഈ ഹണിമൂൺ ട്രിപ്പ് കുളവാക്കാൻ വേണ്ടിയും അത് ഫ്ലോപ്പ് ആക്കാൻ വേണ്ടിയും ആണ് പെട്ടെന്നൊരു 41 ദിവസത്തെ വ്രതം എടുത്ത മലയ്ക്കുപോക്കൊക്കെ നീ നടത്തിയത്. അതും എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് ദൈവം നിനക്ക് തന്ന ഒരു ശിക്ഷയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, എനിക്ക് മനസ്സിലാകാൻ പറ്റാഞ്ഞിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് എന്നെയാണോ ഇഷ്ടം അതോ നിങ്ങളുടെ മരുമകളെയാണോ ഇഷ്ടം? നിങ്ങളുടെ ഭാര്യ ഞാനല്ലേ, നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മ ഞാനല്ലേ. അപ്പൊ എന്നെയല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? നിന്നെ സപ്പോർട്ട് ചെയ്യും, നിന്നെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. നയന വീട്ടിൽ കയറി വരുന്ന നയന അനന്തപുരിയിൽ കയറി വരുന്നത് വരെ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. നീ നല്ല മരുമകളും, നീ നല്ല അമ്മയും, നീ നല്ല ഭാര്യയും, നീ നല്ല മരുമകളൊക്കെ ആയിരുന്നു. പക്ഷേ നയന കയറി വന്നതോടുകൂടി നിന്റെ സ്വഭാവത്തിന് പാടെ മാറ്റം ഉണ്ടായി ദേവയാനി. അതുകൊണ്ടാ നിന്നെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോഴത്തേക്കും പറഞ്ഞ്, അവള് കയറി വന്നപ്പോഴാണ് എനിക്ക് മാറ്റം ഉണ്ടായതെങ്കിലേ അതൊന്ന് ഓർത്തു നോക്കിയാ അത് എന്റെ കുറ്റമാണോ അവളുടെ കുറ്റമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ദേവയാനി ഇങ്ങനെ ഓരോ തർക്കിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, നിന്നോട് തർക്കിക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞ് ജയൻ അങ്ങ് മാറിപ്പോയിട്ടോ. ഏതായാലും ജയൻ അങ്ങ് മാറിപ്പോയി. ഏതായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഡോക്ടറിന് നന്നായിട്ട് അറിയാം. കാരണം ഡോക്ടറിന് അറിയാം നയനയെ ഇഷ്ടമല്ല നമ്മുടെ ദേവയാനിക്കെന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർ പറയുന്നത് ജയനോട് പെട്ടെന്നൊരു സൈക്കാട്രിസ്റ്റിനെ തന്റെ ഭാര്യനെ കാണിക്കണം. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് ചിലപ്പം
മരുമകളെ സ്നേഹിക്കാൻ തുടങ്ങിയേക്കും. അപ്പൊ ആ ഒരു വഴിക്ക് ചിന്തിക്കുന്ന നല്ലതാണ്, അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ നയനയുടെ അടുത്തേക്ക് നേരെ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ കാണിക്കുന്നത് നമ്മുടെ അനാമികനെയാണ്. അപ്പൊ അനാമിക അനന്തപുരി തറവാട്ടിൽ നിന്ന് പോയി. അനന്തപുരി തറവാട്ടിൽ വന്ന് അനന്തപുരിയിൽ വന്നിട്ട് കുറച്ച് കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ജാനകിയോട് പറഞ്ഞു. എന്നിട്ട് നേരെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടോ. അപ്പൊ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് കല്ലിതുള്ളി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പൊ കല്ലിതുള്ളി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് രേവതി ചോദിച്ചു, മോളെ എന്താ പറ്റിയത്, നിനക്ക് എന്ത് പറ്റി, ഇത്രയ്ക്ക് ഭയങ്കര മുഖം കനത്തിനിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, വേറെ ഒന്നുമല്ല എന്റെ മുഖം കനത്തിനിരിക്കുന്നത്, ഞാനേ ഹോസ്പിറ്റലിൽ പോയില്ലേ, അമ്മ എന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ, അവിടെ ചെന്നപ്പോ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവൾ അവിടെ ഉണ്ടായിരുന്നു, ആ മൊട്ടച്ച്. ആര്? ആ നന്ദു എന്ന് പറഞ്ഞവളോ? ആ അതേമ്മേ, ഞാൻ അവിടെ ചെന്നപ്പം അനിയുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. മനഃപൂർവ്വം തന്നെ. അവളുടെ ചേച്ചി ഉണ്ടല്ലോ, ആ നയന, അവള് വിളിച്ചു വരുത്തിയതാ. കറക്റ്റ് അവർ അനന്തപുരിയിലേക്ക് പോയ സമയത്ത് തന്നെ അവളെ വിളിച്ചു വരുത്തുകയും അവരവരെ കിന്നരിച്ച് സല്ലപിച്ച് നിൽക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. എന്നിട്ടെന്താ മോള് പ്രതികരിക്കാനൊന്നും പോയില്ലേ? പ്രതികരിക്കാൻ പോയോന്നോ? ഞാൻ എന്റെ വായി തോന്നി ഇതൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവക്കെന്തോ ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ട്. അവളുടെ സൈഡിലാണല്ലോ അനി നിൽക്കത്തുള്ളൂ. അനി എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ സപ്പോർട്ട് ചെയ്താ അനി സംസാരിച്ചത്. അവിടെ അപ്പോഴും എന്നെ താത്തിക്കെട്ടി എന്നോട് പറഞ്ഞു വെറുതെ വന്നതാണെന്നും അറിയാതെ വന്നതാണെന്നും ഒക്കെയാ പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ലമ്മേ, ഇത് മനഃപൂർവ്വം തന്നെ വന്നതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു ഇങ്ങ് വന്നു. വേണു വന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പം അവളുടെ സൂക്കേട് ഇതുവരെ തീർന്നിട്ടില്ലല്ലേ, അവക്കിട്ടൊരു പണി കൊടുത്താലോ മോളെ അങ്ങോട്ട്. അവക്കിട്ടൊരു 8ന്റെ പണി തന്നെ കൊടുക്കാം. കുറച്ച് ഗുണ്ടകളെ ഇങ്ങോട്ട് ഏർപ്പാടാക്കിട്ടെ അവളെ അങ്ങ് തല്ലിച്ചാലോ. ഏയ്, ഗുണ്ടകളെ ഏർപ്പാടാക്കി അവളെ തല്ലിക്കാനൊന്നും പറ്റില്ല അച്ഛാ. അവക്ക് ഒരാണിന്റെ കരുത്താ, ആണിന്റെ ഉശിര അവക്ക്. ഓ, ഇതുപോലെയുള്ളതിനെയൊക്കെ എങ്ങനെയാ ഈ ആണുങ്ങൾ സ്നേഹിക്കുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. അവളെ ഇപ്പം ഞരമ്പിലേക്ക് അങ്ങ് പിടിച്ചേക്കല്ലേ എനിക്ക്. ഞാൻ ഈ കാര്യം ചെന്ന് അനന്തപുരി പറഞ്ഞിട്ടാ പോകുന്നത്. ഒരു ചെറിയ പൊട്ടിത്തെറി ഉണ്ടാകണം. അപ്പോഴത്തേക്കും ദേവയാനി അല്ലാട്ടോ, സോറി, രേവതി പറഞ്ഞു, അത് ശരിയാ, ഒരു ചെറിയ പൊട്ടിത്തെറി അല്ല മോളെ, ഒരു വലിയ പൊട്ടിത്തെറി നമ്മൾ ഉണ്ടാക്കണം. ഒരിക്കലും നമ്മുടെ ഭർത്താക്കന്മാരെ വേറൊരു പെണ്ണുങ്ങൾക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അവിഹിതം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി അത് വഷളാക്കണം. ആ പേടി കൊണ്ട് അവര് പിന്നെ ആ സൈഡിലേക്ക് പോകത്തില്ല. അങ്ങനെ നമ്മൾ തുടക്കത്തിലേ ചെയ്യണം. തുടക്കത്തിലേ നമ്മൾ അത് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. പല പുരുഷന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ ഭാര്യമാര് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഏതായാലും പറ്റിയ ചാൻസ് തന്നെയാ. അല്ല വേണുവേട്ടാ, നമുക്കൊന്ന് അനന്തപുരിയിലേക്ക് പോയാലോ? അവിടെ ചെന്ന് ഈ പ്രശ്നം അങ്ങ് വഷളാക്കിയാലോ? അവിഹിതമെങ്കിൽ അവിഹിതം, നമുക്ക് കിട്ടുന്ന ഒരു ചാൻസും നമ്മള് വിടരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണു പറഞ്ഞു, അത് ശരിയാ. ഏതായാലും നമ്മുടെ മോളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോഴല്ലേ നമുക്ക് അനന്തപുരി ചെല്ലാൻ പറ്റത്തുള്ളൂ. 2 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം, അവിടുത്തെ ചെലവിൽ കഴിയുകയും ചെയ്യാം, AC ഒക്കെ ഇട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാലോ. എങ്കിൽ പിന്നെ ആ ഒരു വഴിക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ അനാമിക പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഇങ്ങനെ ഉണ്ടാകണം. മോളെ, നീ പൊട്ടിത്തെറി ഉണ്ടാക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ നീ അനിയുടെ കാര്യം ഒന്ന് സൂക്ഷിക്കണം. അനിയെ എപ്പോഴും നീ നിന്റെ വശത്താക്കാൻ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ രേവതി, നിന്റെ മകളെ പറഞ്ഞ് നീ മനസ്സിലാക്കിക്കോണം. വേറെ ആരെ നമ്മൾ വെറുപ്പിച്ചാലും അനീനെ വെറുപ്പിക്കാൻ പാടില്ല. നീ അങ്ങ് സ്നേഹിക്കണം, കണ്ണു അടച്ചങ്ങ് സ്നേഹിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അനാമിക ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നയനി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജയൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് നയനോട് ചോദിച്ചു, മോളെ ഇപ്പൊ എങ്ങനെയുണ്ട്, മോക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ, ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, അമ്മയുടെ കാര്യം എന്തായി? അമ്മയുടെ കാര്യം എന്താകാനാ, അവൾ ഇപ്പോഴും മോളെയാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മോളെ ഇവിടെ നിൽക്കുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ല. എനിക്കറിയാച്ച അമ്മയ്ക്ക് എന്നെ കാണുന്നതേ ചതുർത്ഥിയാണെന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, അമ്മയ്ക്ക് എന്താവശ്യം വന്നാലും ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ഏതായാലും മോള് ഒന്ന് വിചാരിച്ചോ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും ഇത് അറിയുമല്ലോ. അവളുടെ ജീവൻ ഇപ്പം മോളുടെ രക്തത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയൂലോ. അങ്ങനെ ഒരു ദിവസം വരുമ്പം അവളെല്ലാ തിരിച്ചറിവും അവൾക്ക് ഉണ്ടാകും. അവള് മോളെ മരുമകളായിട്ടല്ല, മോളായിട്ട് സ്നേഹിക്കുന്ന ഒരു ദിവസം വരും. ആ ഒരു ദിവസത്തിന് വേണ്ടി മോള് കാത്തിരുന്നോ. മിക്കവാറും ഉടനെ തന്നെ ആ ഒരു ദിവസം ഉണ്ടാകും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടല്ലേ, നമ്മുടെ ദേവയാനി നയനയെ സ്നേഹിച്ചു തുടങ്ങാന്നൊക്കെ പറയുമ്പോൾ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുന്നതിന്റെ കൂടെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കിട്ടില്ലൻ പ്രമോ വിശേഷം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ.
നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്കും 7:30 അല്ല കേട്ടോ 8 മണി ആയപ്പോഴത്തേക്കും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷം നാളെ കറക്റ്റ് 7:30 നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി രാത്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ നാളെ നല്ലൊരു പുലർച്ചെ ആയിക്കോട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.